കർത്താവിന് മഹത്വം. വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും സങ്കീർത്തന പുസ്തകം 55-ാം സങ്കീർത്തനത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇതേ സങ്കീർത്തനത്തെ നാം പഠിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ ദാവീദ് ജീവിതത്തിൻ്റെ മാറ്റങ്ങളിലൂടെ ചില ആത്മീക പാഠങ്ങൾ പഠിക്കുകയാണ്. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരല്ല. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, സുഖസുഷുപ്തിയോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിതശൈലിയിൽ പെട്ടെന്ന് നമുക്കൊരു മാറ്റമുണ്ടായാൽ ആ മാറ്റം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയില്ല. നല്ല ഉന്നതമായ സ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അവർക്ക് അതിൽ നിന്ന് ആ തസ്തികയിൽ നിന്ന് മാറ്റമുണ്ടായാൽ ആ മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല. അതുപോലെ ഒരു പ്രത്യേക കമ്പനിയിലോ സ്ഥലത്തോ ജോലി ചെയ്യുന്ന ആളുകൾ അവരെ വേഗത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് അവരെ സ്ഥലം മാറ്റിയാൽ ആ മാറ്റം അവരെ ഇഷ്ടപ്പെടുകയില്ല. പൊതുവെ മാറ്റങ്ങൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മാറ്റങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരു സ്വഭാവ പ്രകൃതിയാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. എന്നാൽ ഇവിടെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ കൂടി അവൻ ചില പാഠങ്ങൾ പഠിക്കാൻ അവന് ഇടയായി തീർന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവൻ അറിയാവുന്ന, അവനെ ഉത്തമമായി സ്നേഹിക്കുന്നു എന്ന അവന് ബോധ്യതയുള്ള ചില ആളുകൾ അവൻ്റെ എതിരാളികളായി മാറി. എന്ന് പറഞ്ഞാൽ ആ സ്നേഹിതർ ശത്രുക്കളായി മാറി. എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ സ്നേഹിതരായി ഇരിക്കണം എന്ന് നിർബന്ധമില്ല. പല ആളുകളും അതിന് പല നിലയിൽ വ്യത്യസ്തമായ നിലയിൽ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദാവീദ് എന്ത് ചെയ്തു എന്നാണ് ഇവിടെ ഈ സങ്കീർത്തന ഭാഗത്തൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി അതിൻ്റെ 16ഉം 17ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 16ഉം 17ഉം വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. വാസ്തവത്തില് 3 കാര്യങ്ങളാണ് ദാവീദിന്റെ ഉത്തമരായ സ്നേഹിതന്മാർ തന്നെ തള്ളിപ്പറയുകയും അവർ തനിക്ക് വിരോധമായി തിരികുകയും അന്നവരെ ഉണ്ടായിരുന്ന അവന്റെ സൗഹൃദത്തിൽ നിന്ന് അവനോട് നേരെ വിപരീതമായി ഇടപെടുകയും ചെയ്തപ്പോൾ അവൻ ദൈവസ്ഥലം ചെയ്തത്. ഒന്ന്, ഹി കോൾഡ് അപ്പോൺ ദ ലോർഡ്. അവൻ തന്റെ സങ്കടം ദൈവത്തോട് അറിയിച്ചു, ദൈവത്തെ അവൻ വിളിച്ചപേക്ഷിച്ചു. അതാണ് ഈ 16ഉം 17ഉം വാക്കിൽ നാം വായിക്കുന്നത്. വാസ്തവത്തില് ദാവീദ് ഒരു സ്ഥിരമായി ദൈവസന്നിധിയിൽ ക്രമമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇത്ര വലിയ രാജ്യഭാരം ഏറ്റെടുത്ത് ഇസ്രായേലിനെ ഭരിക്കുന്ന ഈ വലിയ മനുഷ്യൻ ഇത്രമാത്രം സങ്കീർത്തനം എഴുതാനും ഇത്രമാത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാനും എപ്പോഴവന് സാവകാശം കിട്ടി, എങ്ങനെ അവനത് മാനേജ് ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അവന്റെ ജീവിതത്തില് അവന്റെ സ്നേഹിതന്മാർ മാറിയപ്പോൾ അവൻ എന്ത് ചെയ്തില്ല, പരാതിപ്പെട്ടില്ല. അവൻ ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് തന്റെ സങ്കടം കർത്താവിനോട് ബോധിപ്പിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം സ്നേഹിതന്മാർ വന്നും വരികയും പോവുകയും ചെയ്യാറുണ്ട്. ചിലർ അപ്രതീക്ഷിതമായ ജീവിത പടകിലേക്ക് വരികയും കുറെ കാലം നമ്മോടൊത്ത് യാത്ര ചെയ്യുകയും ചെയ്തവരാണ്. ഇടക്കാലത്ത് അവർ ഇറങ്ങിപ്പോകാറുണ്ട്. ഒരു കാരണവും കൂടാതെ നമ്മളെ സ്നേഹിക്കുന്ന ചില ആളുകൾ നമ്മളുടെ സൗഹൃദം അവസാനിപ്പിച്ച് അത് അവരെന്നേക്കുമായി നമ്മൾ നിന്ന് അകന്നു പോകാറുണ്ട്. സൗഹൃദവും ബന്ധങ്ങളും ഒന്നും എല്ലാ കാലവും ഒരുപോലെ തുടരും എന്ന് പറയാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ചിലര് ജീവിതത്തിൽ വന്നു കയറും, ചിലര് ഇടയ്ക്ക് ഇറങ്ങിപ്പോകും. ഒരു ട്രെയിൻ യാത്രയോടാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതയാത്രയെ ഉപമിക്കാൻ സാധിക്കുക. ഒരു ട്രെയിന് ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുന്ന് ഡൽഹി വരെ പോകുന്ന ട്രെയിൻ, ചെങ്ങന്നൂർ മുതൽ ഡൽഹി വരെ പോകുന്ന ട്രെയിൻ, അത് 2-3 ദിവസം യാത്ര ചെയ്തതാണ്. അതാത് സ്റ്റേഷനിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ കയറും. ചില ആളുകൾ നമ്മുടെ സമീപത്തുള്ള ബർത്തിലും നമ്മോട് കൂടെയും ഒക്കെ ആയിരിക്കും. അവർ നമ്മളെ പരിചയപ്പെടും, നാം അവരെ പരിചയപ്പെടും, അവരുമായി ദീർഘസമയം സംസാരിക്കും. കുറെ മണിക്കൂറുകൾക്കോ ഒരു ദിവസത്തേക്കോ 1.5 ദിവസത്തേക്കോ അവർ നമ്മുടെ സ്നേഹിതരായി ഒന്നിച്ച് ഇടപെടും. ചായ വാങ്ങിച്ചാൽ നമുക്ക് വാങ്ങിത്തരും. അവർ ആഹാരം കഴിയുമ്പോൾ കഴിച്ചോ നമ്മോട് ചോദിക്കും. നമ്മളെക്കുറിച്ചുള്ള കരുതലൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. മുൻപരിചയങ്ങളൊന്നും ഉള്ള ആളുകളല്ല. പക്ഷേ അവരുടെ ലക്ഷ്യസ്ഥാനം ചെല്ലുമ്പോൾ അവരിറങ്ങി അങ്ങ് പോകും. പിന്നെ നമുക്ക് ഡൽഹിയിൽ ഇറങ്ങണമെങ്കിൽ ചില സമയത്ത് ലാസ്റ്റ് സ്റ്റോപ്പിന്റെ ഇപ്പുറത്തെ സ്റ്റോപ്പിൽ നല്ലൊരു കൂട്ടം ആൾക്കാർ ഇറങ്ങും. ഏറ്റവും ഒടുവിലായി നമ്മളും ചെന്ന് അവിടെ ഇറങ്ങും. 1, 2, 3 പേര് മാത്രമേ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
എല്ലാ സ്നേഹിതരും എല്ലാ കാലവും നമുക്ക് അനുകൂലമായി നിൽക്കുകയില്ല. എല്ലാ സ്നേഹിതരും എല്ലാ കാലത്തും നമുക്ക് സഹായമായി ഇരിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള വേദനാജന്യമായ അനുഭവം ഉണ്ടായപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? തന്റെ സങ്കടം ദൈവത്തോട് പറഞ്ഞു. അവൻ പറയുന്നത്, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്ന് രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ദിവസം 3 പ്രാവശ്യം കുറഞ്ഞത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദ്. അപ്പൊ ഒന്നാമത്തെ വിഷയം, ഈ തന്റെ സ്നേഹിതന്മാരെ തന്നിൽ നിന്ന് മാറ്റപ്പെടുകയും ഒരു മാറ്റപ്പെട്ട ജീവിതശൈലി ഉൾക്കൊള്ളേണ്ട അനിവാര്യത തന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ദാവീദ് ചെയ്ത 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ കോൾഡ് അപ്പോൺ ഗോഡ്, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു എന്നുള്ളതാണ്. രണ്ടാമതും ചെയ്തെന്ന് ചോദിച്ചാൽ, ഹി ലെറ്റ് ഗോഡ് ഡു ജഡ്ജ്. അതായത് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ അവനൊരു വിധി പ്രഖ്യാപനത്തിന് തയ്യാറാകാതെ ദൈവം ആ സാഹചര്യത്തിലെ വിധിക്കട്ടെ എന്ന് അവൻ കണക്കാക്കി. 19-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പുരാതനമേ ദൈവം കേട്ടവർക്ക് ഉത്തരമരുളും, പുരാതനമേ സിംഹാസനായവൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് അവർക്ക് ഉത്തരമരുളും. ഏത്? എന്റെ സ്നേഹിതന്മാരെ എന്നോട് അകറ്റിയ, എന്നെ കരുതുന്നവരെ എനിക്ക് വിരോധമാക്കിയ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ എന്റെ ശത്രുക്കളാക്കിയ ആളുകളെ കൂടെ ഞാൻ എന്റെ സങ്കടം ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കും. പുരാതനമേ സിംഹാസനായവൻ അവൻ തന്നെ എനിക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യും. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ദാവീദ് ദൈവം അവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് ദാവീദ് വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് വൈവിധ്യതയുണ്ട്. ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. എന്റെ പ്രശ്നമായിരിക്കില്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല വേറൊരാളുടെ പ്രശ്നം. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു മനുഷ്യനും ഒരു വിശ്വാസിയും ഈ ഭൂമിയിലില്ല. ചില ആളുകൾക്ക് ഭാര്യമാരെ കൊണ്ട് പ്രശ്നം, ചിലർക്ക് ഭർത്താക്കന്മാരെ കൊണ്ട് പ്രശ്നം, ചിലർക്ക് സഹോദരങ്ങളെ കൊണ്ട് പ്രശ്നം, ചിലർക്ക് സഭാവിശ്വാസികളായ കൂട്ടുവിശ്വാസികളെ കൊണ്ട് പ്രശ്നം, ചിലർക്ക് മക്കളെ കൊണ്ട് പ്രശ്നം, ചിലർക്ക് മരുമക്കളെ കൊണ്ട് പ്രശ്നം, ചിലർക്ക് ബന്ധുക്കാരെ കൊണ്ട് പ്രശ്നം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഏതെങ്കിലും നിലയുള്ള പ്രശ്നങ്ങളുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ബട്ട് ഡേവിഡ് ബിലീവ് ദാറ്റ് ഗോഡ് വുഡ് റിസോൾവ് ഹിസ് പ്രോബ്ലം. അവന്റെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കും എന്ന് ദാവീദ് പൂർണ്ണമായി വിശ്വസിച്ചു. നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിക്കാൻ നമ്മുടെ ഒരു സ്നേഹിതന്മാർക്കും കഴിയുകയില്ല. നമ്മുടെ ഭാരങ്ങളെ എല്ലാം ചുമക്കാൻ നമ്മുടെ ഒരു സുഹൃത്തുക്കളും സാധിക്കുകയില്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു തരുവാൻ നാം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആർക്കും സദാകാലവും സാധിക്കുകയില്ല. കുറെ കാലത്തേക്ക് അവരൊക്കെ നമുക്കൊരു ആശ്വാസമായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു സ്നേഹിതനെയോ ഒരു സുഹൃത്തിനെയോ ദൈവം എന്റെ അനർത്ഥ ജീവിതകാലത്ത് കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ ആ കാലഘട്ടം തരണം ചെയ്യാൻ വേണ്ടി ദൈവം അന്നത്തേക്ക് ഒരുക്കിയ ആളുകളായിരുന്നു അവർ എന്നാണ്. സദാകാലവും അവരെന്റെ പിറകിൽ നിൽക്കുകയോ, സദാകാലം എനിക്ക് വേണ്ടി അവർ വാദിക്കുകയോ, സദാകാലം എന്നെ അവർ കരുതുകയോ, സദാകാലം എന്നോട് അവർ സൗഹൃദം പുലർത്തുകയോ ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. കാരണം അവരും മനുഷ്യരാണ്. പലപ്പോഴും അവരും മാറി ചിന്തിക്കാൻ സാധ്യതയുള്ളവരാണ്. അവരും വഴുതിപ്പോകാൻ സാധ്യതയുള്ളവരാണ്. അവരും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എല്ലാ കാലത്തും നമുക്കും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഭാരങ്ങൾ ദൈവത്തെ അറിയിക്കുക, സകലങ്ങൾ ദൈവത്തെ ബോധിപ്പിക്കുക. പുരാതനമേ സിംഹാസനായവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വസിക്കുന്നു, അവിടുന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. ദൈവം ഈ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നാണ് ദാവീദ് ചിന്തിച്ചത്. ലെറ്റ് ഗോഡ് ഗിവ് യു ദ ഫ്രണ്ട്സ് യു നീഡ് ടു ഹെൽപ്പ് യു ഇൻ യുവർ മിനിസ്ട്രി. നിങ്ങളുടെ എന്റെയും ശുശ്രൂഷാ മണ്ഡലത്തിൽ നമ്മളെ സഹായിപ്പാൻ സന്മനസ്സുള്ള ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭൗതിക ആവശ്യങ്ങളിൽ, ശുശ്രൂഷയുടെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ ചില ആളുകളെ കണ്ടെത്തി അവരെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് അവരെ എന്റെ സഹായത്തിനായിട്ട് ഞാൻ മാടി വിടുന്നതിനേക്കാൾ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി ചില ആളുകളെ ദൈവം എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് എനിക്ക് ശുശ്രൂഷിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകരെ ഞങ്ങളെ മറന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ 1-2 വ്യക്തികളെ ദൈവം ചില സ്ഥലങ്ങളിലായി എഴുന്നേൽപ്പിച്ച് ഈ അനേകർ ചെയ്യേണ്ടത് അവർ മുഖാന്തരമായി ദൈവം തമ്പുരാൻ നികത്തി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവരെ വാസ്തവത്തിൽ അവരിൽ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല. എന്നാൽ ദൈവം അവരെ ഉണർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിത ആവശ്യങ്ങൾ ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നുമ്പോൾ യഹോവ അവന്റെ ശത്രുക്കളെയും അവരോട് നിരപ്പിക്കുന്നു. തിരുവഴുത്തിൽ വായിക്കുന്നു. സ്നേഹിതന്മാരെയും ഉണ്ടാക്കുന്ന ദൈവമാണ്. അപ്പം നമ്മൾ അറിയാത്ത ആളുകളെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെ നമുക്ക് വേണ്ടി ഹൃദയത്തിൽ ഓർപ്പിച്ച് ഉണർത്തിക്കൊണ്ട്
യോസേഫിനെ കുറിച്ച് വായിക്കുന്ന പോലെ യഹോവ യോസേഫിനെ ഓർത്തു എന്ന് പറയുന്ന പോലെ നമ്മളെ ഓർത്തിട്ട് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യാൻ തയ്യാറായി ദൈവം ഉണർത്തുന്ന ആളുകളുണ്ട്. അവർ പക്ഷേ എണ്ണത്തിലധികം ആൾ കാണുകയില്ല, എന്നാൽ അവർ ഗുണത്തിൽ മറ്റവരെക്കാൾ ശ്രേഷ്ഠന്മാരായിരിക്കും. അവരെ ദൈവം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ഉയർത്തും. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇപ്പൊ ഏലിയാവിന്റെ രക്ഷ എന്ന് പറയുമ്പോൾ ഇവരെ പല ആളുകളും പരിഹാസരൂപേണ അതിനെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇസ്രായേലില് ധാരാളം വിധവമാരുണ്ട്, പക്ഷെ ഒരു വിധവയിടക്കിലേക്ക് പ്രവാചകൻ ദൈവം അയച്ചുള്ളൂ. അവിടെ ധാരാളം ധനവാന്മാരായ ആളുകളുണ്ട്, അവരെ ആരെയും ഉണർത്തിയിട്ട് ഇന്നയാളിനെ ഒന്ന് സഹായിക്കണം, ഏലിയാവിനെ ഞാൻ ഇന്നടുത്ത് കൊണ്ട് വിടുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഒരു ദരിദ്രയായ വിധവയുടെ അടുക്കിലേക്ക് ദൈവം അയച്ചു. അവളെ ദൈവം അതിനായി ഉണർത്തി. അവളുടെ കലത്തിൽ ദൈവം ഈ പ്രവാചകന് അവർക്കും വേണ്ടിയുള്ള പ്രൊവിഷൻ നൽകി. ഇതാണ് ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്. യഹോവയുടെ വഴി തികവുള്ളത് ആകുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പൊ ദൈവം നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കാൻ, നമ്മോടുകൂടെ ചേർന്ന് നിൽക്കാൻ ഉള്ള നമ്മുടെ സ്നേഹിതരെ ദൈവം ഒരുക്കട്ടെ. നമ്മൾ ആരെയും കാൻവാസ് ചെയ്ത് ഒരുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ മാനുഷികമായ ബുദ്ധി കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഉത്സാഹം കൊണ്ടോ മോട്ടിവേഷൻ കൊണ്ടോ ആരെയെങ്കിലുമൊക്കെ നമ്മൾ വശീകരിച്ച് ഏതെങ്കിലുമൊക്കെ നിലയിൽ നമുക്ക് വേണ്ടി ചില നന്മകളൊക്കെ ചെയ്യാനായിട്ട് ചില നമ്മൾ തന്നെ ഒരുക്കിയാൽ കുറെ കഴിയുമ്പോൾ അവർ തന്നെ അങ്ങ് കെട്ടുപോകും. എന്ന് പറഞ്ഞാൽ അവർ തന്നെ അത് നിർത്തിക്കളയും. കാരണം അറിയാമോ, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. അതാണ് ദൈവത്തിന് ഇഷ്ടം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നാം യാചിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എങ്കിലും കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനോട് യാചിപ്പിൻ, അവൻ നിങ്ങൾക്ക് സമൃദ്ധിയായി നൽകുമെന്ന്. കാര്യം നമ്മൾ ദൈവത്തിന്റെ മക്കളുടെ നിലയിൽ ദൈവത്തോട് നമ്മുടെ സങ്കടം ബോധിപ്പിക്കുന്നത് ദൈവത്തിന് വളരെ പ്രസാദമാണ്, ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദാവീദ് എപ്രകാരം തന്നെ വിട്ടുപോയ സ്നേഹിതരെ ഉണർത്താൻ ദൈവം അതിന്റെ കയ്യിൽ തന്റെ ഭാരങ്ങളെ ഏൽപ്പിച്ചു, അതുപോലെ തന്നെ നാമും നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഉണർത്തിക്കുക. ദൈവം നമുക്ക് നന്മ ചെയ്യും. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് ശകലം ശകാരവും ചെയ്യാതിരിക്കുക. അപ്പൊ ഇവിടെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഡേവിഡ് കോൾഡ് അപ്പോൺ ഗോഡ്, ആൻഡ് സെക്കൻഡ്ലി ഡേവിഡ് ലെറ്റ് ഗോഡ് ടു ബി ദ ജഡ്ജ്. അതായത് തന്റെ ജീവിതത്തിന്റെ ന്യായാധിപനായി ദൈവം ഇരിക്കട്ടെ എന്ന് ദാവീദ് ചോദിച്ചു. മൂന്നാമത് അവൻ ചെയ്തത്, ഡേവിഡ് വാസ് ഡിറ്റർമൈൻഡ് ടു ലേൺ ഫ്രം ഹിസ് എക്സ്പീരിയൻസ്. തന്റെ ജീവിതത്തിന്റെ അനുഭവ പാഠശാലയിൽ നിന്ന് പഠിക്കാനായിട്ട് ദാവീദ് തീരുമാനിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തില് കലാലയത്തിൽ പഠിക്കുന്നതിനേക്കാൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് അവനെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന 19-ാം വാക്യം എന്താ വായിക്കുന്നത്? ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും, പുരാതനമേ സിംഹാസനായവൻ തന്നെ അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. ഇപ്പൊ ദാവീദിന്റെ ഈ സ്നേഹിതന്മാർ, പിന്മാറിയ സ്നേഹിതന്മാർ, അവനോട് വളരെ കുശലം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ഇപ്പോൾ അവനെ ഒരു വിടക്കണ്ണായി വീക്ഷിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറയുകയാണ്, അവർക്ക് ഇതില്ല, they have no repentance, no fear of God. അവർക്ക് മാനസാന്തരമില്ല, ദൈവത്തെക്കുറിച്ചുള്ള ഭയവും ഇല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദാവീദ് ഒരു വല്ലാത്ത ജീവിത സ്റ്റൈൽ കൂടി കടന്നു പോവുകയായിരുന്നു. തന്റെ സ്നേഹിതന്മാരൊക്കെ തന്നെ ഉപേക്ഷിച്ചതുപോലെ, എല്ലാവരും തന്നെ കൈവിട്ടതുപോലെയുള്ള സ്റ്റൈലിൽ കൂടി അവൻ കടന്നു പോവുകയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവരെ അങ്ങനെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും അവർക്കൊരു മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. സഭാ ജീവിതത്തിൽ ആത്മീയ കൂട്ടായ്മയിലൊക്കെ ഒന്നിച്ചു പോകുന്ന ചില ആളുകൾ വ്യക്തിപരമാകുന്ന വിദ്വേഷവും പകയും വിരോധവും നിമിത്തം അവർക്ക് വേണ്ടി എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും, എത്ര പൊളൈറ്റായിട്ട് നമ്മളോട് ഇടപെട്ടാലും, നമ്മൾ അവരോട് എത്രമാത്രം ദീർഘക്ഷമയും സഹിഷ്ണുതയും കാണിച്ചാലും they have no repentance. അവർ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് അവർക്ക് ഒരു മാനസാന്തരമില്ല. മാത്രമല്ല, മാനസാന്തരം ഇല്ലാത്തതിന്റെ കാരണം പറഞ്ഞാൽ അവർക്ക് ദൈവഭയമില്ല. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ് ദൈവനും പറയുന്നത്. അവർക്ക് ദൈവത്തെ ഭയമില്ല. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. വാസ്തവത്തിൽ എന്നറിയാമോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് ആ മാറ്റങ്ങളിലൂടെ, ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ അനേക ആത്മീക പാഠങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് us not get so comfortable, so settled that God can't do anything new in our life. ദൈവത്തിന് ചില പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി ഒരിക്കലും ഞാനും നിങ്ങളും പ്രവർത്തിക്കാൻ പാടില്ല. എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള പാഠം ഞാൻ ചോദിച്ചാൽ, ഡിറ്റർമൈൻ ടു ലേൺ ഫ്രം ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസസ്. ഈ ജീവിതത്തിന്റെ വിഷമതകളേറിയ അനുഭവങ്ങളിൽ കൂടി എന്ത് ചെയ്യുക? പാഠങ്ങളെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഗോഡ് ഹാസ് പർപ്പസ് ഫോർ അലവിങ് എവറി ഡിഫിക്കൽട്ടി ആൻഡ് പ്രോബ്ലം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
അനുവദിക്കുന്ന കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ദൈവത്തിന് നിശ്ചയമായും ഒരു പദ്ധതിയുണ്ട്. ലെറ്റ് ഹിം ടീച്ച് യു ന്യൂ ട്രൂത്ത്സ് ആൻഡ് വർക്ക് ഇൻ യുവർ ലൈഫ് ഇൻ ന്യൂ വേസ്. അതായത് പുതിയ പാഠങ്ങളെ ദൈവം നമ്മെ പഠിപ്പിക്കട്ടെ, പുതിയ വഴികളിൽ കർത്താവിന്റെ കരങ്ങൾ നമ്മെ നടത്തട്ടെ. അതാണ് ഏറ്റവും സംതൃപ്തവും ആശ്വാസകരമായ അനുഭവം. ഈ ചിന്തകൾ ഈ സങ്കീർത്തന ഭാഗത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനായി ഇവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.